ഒരു പ്രദേശമാകെ തടവിലായിട്ട് 2.5 മാസം പിന്നിടുന്നു. ഗേറ്റ് തുറന്നാൽ മുന്നിൽ ഉപരോധം തീർത്ത് ഭീമൻ പൈപ്പുകൾ. ആനിറ ലോഡ്സ് ആശുപത്രിക്ക് സമീപം മഹാരാജ ഗാർഡൻസിലാണ് സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ് ജല അതോറിറ്റിയുടെ ഡ്രെയിനേജ് പൈപ്പുകൾ നിരത്തിയിരിക്കുന്നത്. ഒരു വശത്തുള്ള 20ഓളം വീട്ടുകാർക്കാർക്കും വാഹനങ്ങൾ പുറത്തിറക്കാനാകില്ല. ഇവിടേക്ക് വന്നു കയറുന്ന ഇടറോഡിലുള്ളവരും കുടുങ്ങിയ അവസ്ഥയിലാണ്. 40ഓളം വീടുകളാണ് ഇടറോഡിലുള്ളത്. ഇടറോഡിലുള്ളവർ പുറകിലത്തെ വഴിയിലൂടെ ചുറ്റിയാണ് ബൈപ്പാസ് റോഡിലെത്തുന്നത്. മഹാരാജ ലൈൻകാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയും. ലോഡ്സ് ആശുപത്രിയിൽ രോഗികളുമായി വരുന്ന വാഹനങ്ങളും ഇവിടെ കുടുങ്ങുകയാണ്. 2.5 മാസം മുൻപാണ് ഡ്രെയിനേജ് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ ജല അതോറിറ്റി കൂറ്റൻ പൈപ്പുകൾ ഇറക്കിയിട്ടത്. മണ്ണ് മാന്തിയ ശേഷം പൈപ്പുകൾ യന്ത്രം തന്നെ വലിച്ചു കൊണ്ടുപോയി സ്ഥാപിക്കുന്ന രീതിയിലുള്ള പണിയെന്നാണ് അറിയിച്ചത്. ഇതിനുള്ള യന്ത്രങ്ങളും JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഈ പ്രദേശത്തെ പറമ്പിൽ കൊണ്ടിടുകയും ചെയ്തു. എന്നാൽ യന്ത്രം തകരാറായതിനാൽ പണികൾ ആരംഭിക്കാനാകുന്നില്ല എന്നാണ് ജല അതോറിറ്റി അധികൃതർ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചത്. ഒരാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിച്ച് പണി ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ട് മാസം 2ആയി. കുഴി പോലും എടുക്കും മുൻപ് ഇത്രയും നീളത്തിൽ പൈപ്പുകൾ കൊണ്ടിട്ട് ജനത്തെ ദുരിതത്തിലാക്കിയത് എന്തിനാണെന്ന് മാത്രം ആർക്കും അറിയില്ല. 5 ദിവസം തീരും എന്ന് പറഞ്ഞാണ് ഈ സ്റ്റേജിൽ എത്തിയത്. എന്നാൽ ഇവർ ചെയ്യണ സമയത്ത് കൊണ്ടുവന്ന് ഇട്ടാ പോരായിരുന്നോ? അതുവരെ ആ വിളയിൽ ഇട്ടിരുന്നാ പോരായിരുന്നോ? അവരെ വീടിന്റെ അടുത്തൊക്കെ ആണെങ്കിലോ അവർക്ക് ബുദ്ധിമുട്ട് അറിയുള്ളൂ. ചാടിക്കടക്കാൻ പോലും കഴിയാത്ത കൂറ്റൻ പൈപ്പുകളാണിവ. വീടുകളിലേക്ക് കയറാനായി മണ്ണു നിറച്ച ചാക്ക് നിരത്തി പടികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. ഈ പടികൾ ചാടിക്കടന്നു വേണം സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോധികർക്കുമൊക്കെ വീടുകളിലെത്താൻ. മതിലുകളിൽ നിന്ന് അല്പം അകലം പാലിച്ചാണ് പൈപ്പുകൾ ഇറക്കിയിട്ടിരിക്കുന്നത് എന്നത് അല്പം ആശ്വാസം. ഈ വിടവിലൂടെ ഒരാൾക്ക് കഷ്ടിച്ചു നടന്നു പോകാം. വീതി കുറഞ്ഞ റോഡിൽ ഒരു വശത്തുകൂടി മാത്രമാണിപ്പോൾ ഗതാഗതം. റോഡിന്റെ തുടക്കമായ ബൈപ്പാസിലും മറുഭാഗത്തും വാഹനങ്ങൾ നിയന്ത്രിക്കാനായി അധികൃതർ സെക്യൂരിറ്റി ജീവനക്കാരെ നിയോഗിച്ചിരുന്നെങ്കിലും അവരും ഇപ്പോഴില്ല. ഈ റോഡിൽ എതിർവശത്തുകൂടി വാഹനം വന്നാൽ മണിക്കൂറോളം ബ്ലോക്ക് ആവും. ഡ്രൈനേജ് പൈപ്പ് മാറ്റി സ്ഥാപിച്ച് ഗതാഗതം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മഹാരാജ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. ഈ പണി ചെയ്യാനൊക്കെ എക്സ്പീരിയൻസ് ഇല്ല എന്ന് വേണം കണക്കാക്കാൻ. ഞാൻ എൻ്റെ മോനും ഹോസ്പിറ്റലൈസ്ഡ് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പെട്ട പാട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. ആ റെസിഡൻസ് അസോസിയേഷൻ ആൾക്കാർ സംസാരിച്ച് ഞങ്ങൾ ഇന്ന ചെയ്യാൻ കാര്യം പോവാണ്, ഞങ്ങൾക്ക് ഇത്ര ദിവസം വരും, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വെറുതെ അവർ സ്വയം അങ്ങ് ചെയ്യുകയാണ് ചെയ്തത്. അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാനുള്ള തീരുമാനത്തിലാണ് പ്രദേശവാസികൾ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.